എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വരാൻ പോകുന്ന ഒരു വർഷത്തിൽ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. സാധ്യമാകുന്നിടത്തെല്ലാം വർക്ക് ഫ്രം ഹോമിന് മുൻഗണന നൽകണം. ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണം. പെട്രോൾ ഡീസൽ ഉപയോഗം കുറയ്ക്കണം. മെട്രോ പൊതുഗതാഗതം ഉപയോഗിക്കണം. പാചക എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക. രാസവസ്തുക്കളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും പ്രകൃതിദത്ത കൃഷിയിലേക്ക് മാറുകയും ചെയ്യുക. വിദേശ ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും സ്വദേശ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. ഒരു വർഷത്തേക്ക് വിദേശയാത്ര പരമാവധി ഒഴിവാക്കണം. നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജ്യത്തെ ജനങ്ങളോട് നിരവധി കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് മുന്നിൽ വെച്ച നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ആശങ്കകൾ കനക്കുകയാണ്. അടുത്ത ഒരു വർഷത്തേക്ക് അത്ര ആവശ്യം അല്ല എങ്കിൽ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനാണ് മോഡി പറഞ്ഞത്. നിലവിൽ 6% കേന്ദ്ര സർക്കാർ ഇറക്കുമതി സ്വർണത്തിന് ചുമത്തുന്ന തീരുവ. ഈ സാഹചര്യത്തിൽ വിദേശ നാണയ ശേഖരം സംരക്ഷിക്കാനായി കേന്ദ്രം സ്വർണം ഇറക്കുമതി തീരുവ കൂട്ടിയേക്കും എന്ന ആശങ്ക ശക്തമാണ്. തീരുവ വർദ്ധിപ്പിച്ചാൽ രാജ്യത്ത് സ്വർണ്ണവിലയിൽ ആനുപാതികമായ വർധനവുണ്ടാകും. തീരുവ കൂട്ടുന്നത് കാരണം ഡിമാൻഡ് കുറയ്ക്കാനും ഇടയാക്കും. ഇത് ഫലത്തിൽ ഇറക്കുമതി താഴാനും ഇടയാക്കും. അതേസമയം സ്വർണ്ണ ഇറക്കുമതി തീരുവയിൽ മാറ്റം വരുത്തുമെന്ന സൂചനകളൊന്നും ധനമന്ത്രാലയത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. അടുത്തത് ഇന്ധന ഉപയോഗം കുറയ്ക്കണമെന്നും ഇലക്ട്രിക് വാഹനങ്ങൾ, മെട്രോ തുടങ്ങിയവ പരമാവധി ഉപയോഗിക്കണം എന്നുമുള്ള നിർദ്ദേശമാണ് മോഡി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പെട്രോൾ ഡീസൽ വില കൂടുന്നതിന്റെ സൂചനയാണിത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിലയിൽ വർധനവുണ്ടായി എങ്കിലും ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റം വന്നിട്ടില്ല. എണ്ണ കമ്പനികൾക്ക് കഴിഞ്ഞ ഒരു മാസത്തിനിടെ 30,000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 10 രൂപയോളം കൂട്ടും എന്ന വിലയിരുത്തലും ഉണ്ട്. ഇതിനിടയിൽ മോദിയുടെ നിർദ്ദേശങ്ങൾ വന്നത് ആശങ്ക കൂട്ടുന്നുണ്ട്. മോദി പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്നുള്ളതാണ്. സ്വർണം, ഇന്ധനം, ഭക്ഷ്യ വളം തുടങ്ങിയവയുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്ന ആശയമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയിൽ മുന്തിയ പങ്കും ഇവയാണ്. പ്രധാനമന്ത്രിയുടെ ഈ നിർദ്ദേശങ്ങളിൽ വലിയ ആശങ്കയാണ് ഉയരുന്നത്. കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്കും വില വർധനവിലേക്കുമാണ് നാട് പോകുന്നത് എന്നുള്ള വിലയിരുത്തലും ഉണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കാര്യമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.